ഹലോ, നമസ്കാരം. നമ്മുടെ നാട്ടിൽ നിന്ന് ദിനം പ്രതി വരുന്ന ഓരോ വാർത്തകൾ കേട്ട് നമ്മൾ നെട്ടിത്തരിച്ചിരിക്കാനേ പ്രവാസികൾക്കാവുകയുള്ളൂ. എന്തെല്ലാം ക്രൂരതകളാണ് നാട്ടിൽ നടക്കുന്നത്. ഇന്നലെ മുതൽ കണ്ടു തുടങ്ങിയ ഒരു ന്യൂസാണ്. ഒരു 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മയുടെ കാമുകൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. രണ്ടാനച്ഛൻ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കല്യാണം കഴിച്ച് രണ്ടാനച്ഛനൊക്കെ എത്രയോ നല്ല രണ്ടാനച്ഛന്മാരുണ്ട്, മക്കളെ പൊന്നുപോലെ നോക്കുന്നത്. ഈ രണ്ടാനച്ഛൻ എന്നല്ല, അവളെ അമ്മയെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ആ സ്ത്രീ എന്നേ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഒരു കുട്ടിയെ കയ്യിൽ വെച്ചിരിക്കുന്ന സ്ത്രീ. പെട്ട വയറിൻ്റെ വേദനയുള്ളവരാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കാമുകൻ ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ നോക്കി നിൽക്കാൻ സാധിക്കില്ല. അമ്മ എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. അത് മനുഷ്യരിലായാലും മൃഗങ്ങളിലായാലും ഏത് ജീവജാലങ്ങളിലായാലും. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പൂച്ച പോലും പ്രസവിച്ച് കിടന്നാൽ നമ്മൾ ആ കുഞ്ഞിനെ എടുക്കാൻ ചെന്നാൽ അത് നമ്മുടെ നേരെ ചാടി വരും. അല്ലെങ്കിൽ അത് പൂച്ച പ്രസവിച്ചാൽ അത് അതിൻ്റെ കുഞ്ഞിനെ എത്ര സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി. ഒരു പട്ടി പ്രസവിച്ച് കിടന്നാൽ അത് അതിൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് പോകാൻ പറ്റുമോ? അത് അത്രയും പ്രൊട്ടക്ഷനോട് കൂടിയാണ് അതിനെ മുലയൂട്ടി വളർത്തുന്നത്. ഈ മനുഷ്യർക്ക് എന്തു പറ്റി? ഇത്രയും ക്രൂരമാവാൻ മനുഷ്യജന്മത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ആ ഒരു കുഞ്ഞിന് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ്, അത് എത്രത്തോളം ഉണ്ടാവും? അതിൻ്റെ 2 കൈ ഒടിഞ്ഞു, അതിൻ്റെ ശരീരം മുഴുവൻ സിഗരറ്റ് പൊള്ളിച്ച പാടുകൾ, മുറിവുകൾ, അതായത് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ അതിന് പരിക്ക്. ആ ഒരു പിഞ്ച് കുഞ്ഞ് ഇതൊക്കെ എങ്ങനെ സഹിച്ചു എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വാർത്തയൊക്കെ കേട്ടിട്ട് ഞാൻ പകുതി അത് ഓഫ് ചെയ്തു. കാരണം എനിക്ക് കേൾക്കാനുള്ള ത്രാണിയില്ല. ഒരു മനുഷ്യനാണെങ്കിൽ അത് കേൾക്കാനുള്ള ത്രാണിയില്ല. ഇവളൊക്കെ എന്തിനാണ് കണ്ടവന്മാരുടെ കൂടെ പോകണം? അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അതിൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വളർത്താൻ ചോദിച്ചു. അല്ലെങ്കിൽ ഇവൾക്ക് എന്താ അമ്മ തൊട്ടിലിൽ കൊണ്ടിട്ടൂടെ? ഇവളെന്തിനാണ് കണ്ടവന്മാർക്ക് ഈ കൊച്ചിനെ പീഡിപ്പിക്കാൻ കൊടുത്തത്? പ്രാന്തന്മാർക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല നിയമമില്ലാത്തത് കൊണ്ടാണ്, അതായത് ശിക്ഷയില്ലാത്തത് കൊണ്ടാണ്. അതൊക്കെ ഈ രാജ്യത്തായിരിക്കണം. പിന്നെ അവനൊന്നും പുറംലോകം കാണില്ല. ഇവനെയൊക്കെ ചങ്ങലക്കിട്ട് ഒരേ നില നിർത്തി ഇവനെയൊക്കെ ആട്ടിച്ച് അവനെയൊക്കെ അതുപോലെ തീ വെച്ച് പൊള്ളിച്ച് ഇവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം. അപ്പോഴേ ആ പിഞ്ചു കുഞ്ഞിൻ്റെ വേദന മനസ്സിലാക്കുകയുള്ളൂ. ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഇവര് ജയിലിലാവും. പിന്നെ കുറേ നാൾ ജയിലിൽ സുഖിച്ച് കിടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ബിരിയാണിയും പൊറോട്ടയും ചിക്കനും ഒക്കെ തിന്ന് തടിച്ചു കൊഴുത്ത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവർ തിരിച്ചിറങ്ങും. കാരണം എല്ലാ കുറ്റവാളികൾക്കും ഒരു നിയമത്തിൻ്റെ ആനുകൂല്യം കിട്ടുമല്ലോ, പഴുത്. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. പക്ഷേ ഞാൻ താമസിക്കുന്ന ഈ നാട്ടിൽ അങ്ങനെയൊന്നുമല്ല. ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിന് തക്കതായ ശിക്ഷ കിട്ടും. അതുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തക്കതായ ശിക്ഷയില്ല. കാരണം നിയമമുണ്ട്, പക്ഷേ ശിക്ഷയില്ല. ഏതെങ്കിലുമൊക്കെ ഒരു ലൂപ്പ് ഹോൾ അവർക്ക് കിട്ടും രക്ഷപ്പെടാനായിട്ട്. പിന്നെ അവർ ജയിലിൽ എത്ര കൊല്ലം, ജീവപര്യന്തമോ അങ്ങനെ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തിട്ട് എന്ത് ചെയ്യും? അവർ 15 വർഷം കിടക്കും. എന്നിട്ട് അവർ തിരിച്ചിറങ്ങി വരും, നിയമത്തിൻ്റെ ആനുകൂല്യം കിട്ടിയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കുറ്റകൃത്യം ചെയ്താൽ സ്പോട്ടിലാണ് ശിക്ഷ. അത് കുറ്റത്തിൻ്റെ ആ ഒരു തോതനുസരിച്ചിരിക്കും. ആ ഒരു തോതനുസരിച്ച് ഇവിടുന്ന് കഠിനമായ ശിക്ഷ കിട്ടും. അതുകൊണ്ട് ആൾക്കാർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മടിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ശിക്ഷയില്ല, നിയമമേ ഉള്ളൂ, ശിക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ കുറ്റവാളികൾക്കാണ് നമ്മുടെ നാട് നല്ലത്. സാധാരണപ്പെട്ട പാവങ്ങൾക്കോ നിരപരാധികൾക്കോ ഒന്നും നമ്മുടെ നാട് നല്ലതല്ല. നിരപരാധികൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ശിക്ഷ അനുഭവിച്ച് പുറത്ത് ജീവിക്കേണ്ടി വരും. ഇവർ ജയിലിൽ എന്ത് ചെയ്യും? സുഖിച്ച് ജീവിക്കും. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കുന്നവർക്ക് സ്പോട്ടിൽ ശിക്ഷ കൊടുക്കണമെന്നാണ് പറയുന്നത്. കാരണം കുഞ്ഞുങ്ങൾ നമ്മൾ വലിയവരോടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തിരിച്ചൊന്ന് ശാരീരികമായി ഒന്ന് പ്രതികരിക്കുകയെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ വാ കൊണ്ട് പറയുകയെങ്കിലും ചെയ്യും. ഇത് സംസാരിക്കാൻ പോലും ശരിക്കും നേരെ ചൊവ്വേ ഭാഷ അറിഞ്ഞിടത്തൊരു കുഞ്ഞ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, അതെങ്ങനെ പ്രതികരിക്കും? അതിന് നിലവിളിക്കാനേ കഴിയൂ. അത് നിലവിളിച്ചു പോലും ഇല്ലെന്നാണ് പറയുന്നത്. കാരണം ഈ കുട്ടിയെ പീഡിപ്പിച്ചതോ ഒന്നും അയൽവാസികളോ ആരും കേട്ടിട്ടില്ല ഈ കുഞ്ഞ് കരയുന്നത്. അപ്പോൾ ഇവർ ചിലപ്പോൾ തുണിയൊക്കെ വായിക്കാത്ത തിരികെ കയറ്റിയിട്ടായിരിക്കും കുഞ്ഞിനെ ഇവൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അതിന് കൂട്ടുനിന്ന അവളെയാണ് ശിക്ഷിക്കേണ്ടത് ആദ്യം. അവൻ ചിലപ്പോൾ മയക്കുമരുന്നോ കഞ്ചാവോ കള്ളോ ഒക്കെ അടിച്ചിട്ട് അവൻ്റെ സ്വബോധമില്ലാതെ അല്ലെങ്കിൽ ബോധത്തോടു കൂടിയൊക്കെ ചെയ്തായിരിക്കാം. പക്ഷേ അവൾ
അവളൊരു അമ്മയാണെന്ന് പറഞ്ഞിട്ട് അവളെ വെട്ടി കൊല്ലണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവൾക്കൊക്കെ എങ്ങനെ ഇത്ര ക്രൂരമായി ചിന്തിക്കാൻ കഴിയുന്നു? സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ അവൾക്ക് ആ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുത്തുകൂടായിരുന്നു? അത് അല്ലെങ്കിൽ അമ്മ തൊട്ടിലിൽ കൊണ്ടിട്ടാൽ ഗവൺമെൻറ് നോക്കിയനെയല്ലോ, പൊന്നുപോലെ നോക്കിയനെയല്ലോ ആ കുഞ്ഞിനെ. അതിൻ്റെ മുഖം കാണുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിൻ്റെ മുഖം ഇങ്ങനെ മനസ്സിൽ വരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ചാനലുകളിൽ വരും, ഒരാഴ്ച ഘോഷിക്കും, പിന്നെ എങ്ങോട്ട് പോയി എന്ന് പോലും അറിയില്ല. പിന്നെ പുതിയൊരു വിഷയം കിട്ടുമ്പോൾ ഇതെല്ലാം അതിൻ്റെ അടിയിലാവും. അങ്ങനെ ചെയ്യരുത്. കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഇതിനൊരു പരിഹാരം കാണണം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനിയും ഇതുപോലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും, ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ മരണപ്പെടും. നമ്മളത് കണ്ടില്ല എന്ന് നടിച്ചു നിൽക്കുന്ന നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധതയില്ലേ? എനിക്കോ നിങ്ങൾക്കോ ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടാൾക്കോ അഞ്ചാൾക്കോ ചേർന്ന് ചെയ്യാവുന്ന ലോകം നന്നാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷേ നല്ല ശക്തമായ നിയമം കൊണ്ടൊന്നും നല്ല ശക്തമായ ശിക്ഷകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രവണത കുറഞ്ഞു തന്നെ വരും. അത് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ അത് കാണാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അധികാരികൾ കണ്ണു തുറന്ന് തന്നെ പ്രവർത്തിച്ച് നിയമം മൂലം പാസ്സാക്കി ശിക്ഷ സ്പോട്ടിൽ തന്നെ ഏത് കുറ്റകൃത്യങ്ങൾക്കിനും അതിൻ്റെതായ രീതിയിൽ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒരു പരിധി വരെയെങ്കിലും തടയാൻ പറ്റും. ഇതിപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആയിരക്കണക്കിന് കേസുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പലതും കേൾക്കുന്നത്. ഇപ്പോഴത്തെ മനുഷ്യരുടെ നിലവാരം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സർക്കാരും നിയമജ്ഞരും നിയമപാലകരും എല്ലാവരും ഇതിന് നേരെ കണ്ണു തുറക്കണം, കാര്യമായ പരിഹാരങ്ങൾ കാണണം, തക്കതായ ശിക്ഷ നൽകണം എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.